സർ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ. സർ, ആഗോളതലത്തിൽ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾക്ക് നൂതനത്വവും വികസന മികവും പ്രദാനം ചെയ്യുന്ന നിർണായക ഘടകങ്ങളായി ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ GCCs ഉയർന്നു വന്നു കഴിഞ്ഞു. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അഡ്വാൻസ്ഡ് അനലിറ്റിക്സ്, പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ ഉയർന്ന സേവനമുള്ള മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിർണായക കേന്ദ്രങ്ങളാണ് GCCSകൾ. ഈ മേഖലയിൽ ലോകത്താകെയുള്ളതിൻ്റെ 50% സെൻറ്ററുകൾ ഇന്ത്യയിലാണ്. ഈ കേന്ദ്രങ്ങൾ 64.6 ബില്യൺ അമേരിക്കൻ ഡോളർ വാർഷിക വരുമാനം നൽകുകയും 1.6 മില്യൺ വ്യക്തികൾക്ക് തൊഴിൽ നൽകുകയും ചെയ്യുന്നു. കേരളത്തിന് GCC നിക്ഷേപങ്ങളുടെ പ്രധാന കേന്ദ്രമായി തീരാൻ കഴിയും. യുവതലമുറയ്ക്ക് പ്രത്യേകിച്ച് STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് മേഖലയിലെ ബിരുദധാരികളടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ആഗോള ബിസിനസ് രീതികളും പരിചയപ്പെടുത്തി തൊഴിൽ ലഭ്യമാക്കാൻ GCCകൾ കഴിയും. GCC പാർക്കുകളും ആവശ്യ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിക്കാനും സാധ്യതാ പഠന റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനായി പ്രാഥമികമായി 5 കോടി രൂപ നീക്കിവെക്കുന്നു. ഒരു അന്താരാഷ്ട്ര GCC കോൺക്ലേവ് ഈ വർഷം തന്നെ സംഘടിപ്പിക്കുന്നതിനായി 2 കോടി രൂപയും വകയിരുത്തുന്നു. സർ, IT പാർക്കുകളും IT കോറിഡോർ പ്രോജക്റ്റും. കണ്ണൂർ IT പാർക്ക്. സർ, കണ്ണൂർ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ കാമ്പസിൽ 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള IT പാർക്ക് സ്ഥാപിക്കുന്നതിനായി 293.22 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. സർക്കാരിൽ നിന്നും പദ്ധതിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. സർ, ഈ ബജറ്റിൽ IT പാർക്കുകളുമായി ബന്ധപ്പെട്ട 2 പൈലറ്റ് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയോ ഭൂമിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക വഴി ലാഭകരമായ പ്രവർത്തനം നടത്താനാവും. കിഫ്ബി വിഭാവനം ചെയ്യുന്ന റവന്യൂ ജനറേറ്റിംഗ് പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവ പ്രഖ്യാപിക്കുന്നത്. IT പാർക്ക് കൊല്ലം. സർ, കൊല്ലം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പ്രയോജനപ്പെടുത്തി കൊല്ലം നഗരത്തിലൊരു IT പാർക്ക് സ്ഥാപിക്കും. കിഫ്ബിയും കിറ്റ്ഫ്രയും കൊല്ലം കോർപ്പറേഷനും തമ്മിൽ ഏർപ്പെടുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും IT പാർക്ക് പദ്ധതിക്ക് രൂപം നൽകുന്നത്. 2025-26 ആദ്യഘട്ട പാർക്ക് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സർ, ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വികസന കാര്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്ത് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ആത്മവിശ്വാസം നൽകുന്ന പൈലറ്റ് പദ്ധതിയാണ്. കൊട്ടാരക്കരയിലെ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിൽ ഒരു IT പാർക്ക് സ്ഥാപിക്കും. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് സൗകര്യമുള്ള 97,370 ചതുരശ്ര അടി ബിൽട്ടപ്പ് ഏരിയയോട് കൂടിയതാണ് നിർദ്ദിഷ്ട IT പാർക്ക്. സർ, ഈ മാതൃകകളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത 2 വർഷങ്ങളിൽ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 100 പുതിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വിശദമായ പരിപാടി തയ്യാറാക്കുന്നതാണ്. സർ, മുനിസിപ്പൽ ബോണ്ടുകൾ വഴി ഫണ്ട് സമാഹരിക്കാനും റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതികൾ നിക്ഷേപം നടത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭാവിയിൽ കഴിയും. ഇത്തരം പദ്ധതികൾ ഏറ്റെടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സീഡ് മണിയായി 100 കോടി രൂപ വകയിരുത്തുന്നു. ടൂറിസം പശ്ചാത്തല സൗകര്യങ്ങൾ. ഹോട്ടൽ ശൃംഖലകളും മൈസ് ടൂറിസവും. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ആളുകളുടെ തൊഴിൽ സമയത്തിൽ കുറവുണ്ടാകുന്നുവെന്ന് പഠനം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ യാത്രകൾ ചെയ്യാൻ ആളുകൾക്ക് സമയം ലഭിക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് ഉണർവാകും.